അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആബിദീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് വസ്തുക്കളുണ്ടെങ്കിലും അതിനൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് നൽകിയിട്ടുണ്ട്. സംസം ഇസ്മായിൽ എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ പുത്രൻ്റെ പേരിലാണ് ഉണ്ടായത്. അതിന് ബർക്കത്തുള്ളതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിച്ചതും വുളൂഅെടുത്തതുമായ എല്ലാ കിണറുകൾക്കും കുളങ്ങൾക്കും വലിയ ശ്രേഷ്ഠതയും ബഹുമാനവുമുണ്ട്. മദീനയിൽ അത്തരം ഒരുപാട് കുളങ്ങളും കിണറുകളുമൊക്കെ ഉണ്ട്. വെള്ളം കോരിയെടുക്കുക, മൃഗങ്ങൾ ഉപയോഗിച്ച് വെള്ളം കോരിയെടുക്കാറുണ്ട്. അതുപോലെ തന്നെ പല കിണറുകളിലേക്കും ഇറങ്ങിച്ചെല്ലാനുള്ള സ്റ്റെപ്പുകളുണ്ടാകും. ആ രീതിയിലാണ് മദീനയിലെ കിണറുകളൊക്കെ ഉണ്ടാവുക. നമ്മളത് പറയാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രസിദ്ധമായ 7 കിണറുകൾ എന്താണതിൻ്റെ പ്രത്യേകത? റസൂലുള്ളാഹി കിണർ അല്ലെങ്കിൽ കുളം എന്നൊക്കെ പറയാം, കുളങ്ങളൊക്കെ ഉണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിരുന്ന് വുളൂഅെടുത്തിരുന്നു, കുളിച്ചിരുന്നു, വെള്ളം കുടിച്ചിരുന്നു. 7 കിണറുകളാണ് പ്രസിദ്ധമായിട്ട് ഉള്ളത്. അതിൽ നമ്മൾ പറഞ്ഞു കുറേ മഷ്ഹദുകൾ, നിമിത്തങ്ങൾ സാക്ഷിയായ സ്ഥലങ്ങളൊക്കെയാണല്ലോ. പള്ളികൾ എന്ന് പറഞ്ഞു, അവിടെയൊക്കെ പോകൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. അതിൽപ്പെട്ടതാണ് ബിഅ്റു അരീസ് എന്ന് പറയുന്നത്. അരീസ് നമ്മുടെ ഖുബാ പള്ളി ഉണ്ടല്ലോ, ഖുബാ പള്ളി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പള്ളി. നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ആ കിണറിൻ്റെ ഒരു കെട്ടുണ്ടാവുമല്ലോ, മറ്റ് മൃഗങ്ങളോ മറ്റൊന്നും വീഴാതിരിക്കാൻ വേണ്ടി കെട്ടുന്നൊരു കെട്ടുണ്ടാവുമല്ലോ, ആൾമറ എന്ന് പറയും. അതിൻ്റെ മേലെ പോയിരുന്നു. നബി തങ്ങളുടെ കാല് ഇങ്ങനെ കാണാമായിരുന്നു. കുറച്ച് തുണിയൊക്കെ ഇങ്ങനെ കയറ്റിയിട്ട് മുട്ടിൻ്റെ താഴോട്ട് ഇങ്ങനെ എല്ലാവർക്കും കാണാമായിരുന്നു. അങ്ങനെ ആ കാലും നീട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിണറ്റിൻ്റെ വക്കത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നബി തങ്ങളെ കാണാത്തപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ വന്നു. നബിനെ കാണാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഞാൻ കയറട്ടെ എന്ന് ചോദിച്ചു. ഓരോ തോട്ടത്തിലാണല്ലോ കിണറുണ്ടാവുക, ആ തോട്ടത്തിന് വേലിക്കെട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ കയറട്ടെ എന്ന് ചോദിച്ചു. ഓ കയറിക്കോളൂ എന്ന് പറഞ്ഞു. കയറി. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു കയറി. നബിൻ്റെ വലത് വശത്ത് പോയിരുന്നു. നബി തങ്ങൾക്ക് പ്രത്യേകമായൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതാണല്ലോ ഇപ്പോൾ കിണറ്റിൻ്റെ വക്കത്തൊക്കെ ഇങ്ങനെ കാല് നീട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. കിണറ്റിലേക്ക് കാലിട്ട് ഇരിക്കുന്നത്, കിണറിലേക്ക് കാലിട്ട് ഇരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിൻ്റെ വലത് വശത്ത് പോയിരുന്നു. അപ്പോഴാണ് പിന്നെ നബിനെ കാണാഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ തിരഞ്ഞു വരുന്നത്. അപ്പോൾ ഖുബൻ്റെ ഭാഗത്തേക്ക് പോയിന്ന് പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു നബി ആ കിണറ്റിലുണ്ട്, ആ തോട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു സമ്മതം ചോദിച്ചു. കയറട്ടെ എന്ന് ചോദിച്ചു. ആ കയറിക്കോളൂ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടത് വശത്തിരുന്നു. അപ്പോൾ 3 പേരും കാലും കിണറ്റിലേക്ക് തൂക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ പടവിലിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വന്നു. ചെറിയ കിണറാണ്, അതിനിങ്ങനെ വട്ടത്തിലായിരിക്കില്ല അതിൻ്റെ കെട്ട്, ചതുരത്തിലായിരിക്കും.
അപ്പോൾ മൂന്നാളും കൂടി ഇരുന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതം ചോദിച്ചു, സമ്മതം കൊടുത്തു. അപ്പോൾ ഈ മൂന്നാൾ ഇരുന്നപ്പോൾ ഒരു ഭാഗത്തുള്ള സീറ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടെ ഇരിക്കുക? അതിൻ്റെ മറുവശത്ത് ഇവരോട് അഭിമുഖമായിട്ട് അപ്പുറത്തുള്ള കെട്ടിൽ പോയിട്ട് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഈ കിണറിന് ഇതിലെ വെള്ളത്തിനും ബഹുമാനപ്പെട്ട സഹാബത്ത് വലിയ പ്രാധാന്യം കൊടുത്തു. നല്ല വെള്ളമുള്ള കിണറാണ്. ഖുബാ പള്ളിൻ്റെ മുറ്റത്ത് തന്നെ കാണാം. ഇപ്പോൾ കിണർ കാണാൻ കഴിയില്ല, അതിൻ്റെ അടയാളമേ ഉള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്നൊരു മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരം നബി തങ്ങളിട്ടിരുന്ന മോതിരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് ധരിച്ചത്. പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു ധരിച്ചു മൂപ്പർക്ക് ശേഷം. പിന്നെ ബഹുമാനപ്പെട്ട ഒരു വഫാത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ധരിച്ചു. ഒരിക്കൽ ഈ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഈ ബറക്കത്തിന് വേണ്ടി ഈ കിണറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നപ്പോൾ ഈ മോതിരം ഈ കിണറ്റിൽ വീണുപോയി. വല്ലാത്ത മോതിരാണല്ലോ, ബറക്കത്തുള്ള മോതിരാണല്ലോ. 3 ദിവസം ഈ കിണറ്റിലെ വെള്ളം തേവി ആ മോതിരം തെരഞ്ഞു എന്നാ, പക്ഷെ കാണാൻ പറ്റിയില്ല. ഖിലാഫത്തിൻ്റെ ഒരു 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണത്. റിപ്പോർട്ടിലുണ്ട് തൻ്റെ ശിഷ്യൻ മുഅഖീബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് വീണത് എന്നുമുണ്ട്. ഏതായാലും ആ മോതിരം വീണത് മുതലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിലുണ്ടായ എല്ലാ ഫിത്നയും ഫസാദും ഉണ്ടായത്. 6 കൊല്ലം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ ഭരണകൂടത്തിന്. ഫക്കാന അബ്ദൽ ഫിത്തന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ കൂട്ടുകാരായ അബൂബക്കർ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് അതിനാകെ 3 മുഴാണുണ്ടത്. 3 മുഴം വീതിയുള്ളത്. അതാണ് ഖുബാ പള്ളിൻ്റെ അടുത്തുള്ളത്. ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് അങ്ങനത്തെ പടവുകളൊക്കെ ഇറങ്ങിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു, ആ വെള്ളം കുടിക്കാൻ ഒക്കെ പറ്റുമായിരുന്നു. റസൂലുള്ളാഹിൻ്റെ മോതിരം വീണ് പോയ വെള്ളം കൂടിയല്ലേ, മോതിരം വീണ് കിണറല്ലേ, ഭയങ്കര ബർക്കത്തുണ്ടാവുമല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. രണ്ടാമത്തെ കിണർ ബീർ ഖർസാണ്. ഇതാ ബീർ ഖർസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഖുർസ്. ഖുബാ പള്ളിൻ്റെ കിഴക്ക് വശത്തുള്ള ഒരു 1000 മൈൽ 1 കിലോമീറ്ററോളം ദൂരത്തിലാണുള്ളത്. ആളുകൾ പോകുന്നതാണ്. അവിടെ മുമ്പൊക്കെ അതിൻ്റെ ചുറ്റുഭാഗത്തും ഖബറുകളൊക്കെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നബി തങ്ങൾ അതിൽ നിന്ന് കുളിച്ചിട്ടുണ്ട്, നബി തങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് പറയാം. ബീർ ഖർസ് നമ്മളൊക്കെ പോകുമ്പോൾ മനസ്സിലാക്കാമല്ലോ. അത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്ത്? ഞാൻ മരിച്ചാൽ ഈ വെള്ളത്തിൽ നിന്നാണ് എന്നെ കുളിപ്പിക്കേണ്ടത്. അങ്ങനെ ബീർ ഖർസിലെ വെള്ളം കൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മയ്യിത്ത് കുളിപ്പിച്ചത്. അലി ഇബ്നു അബീ താലിബിനെയാണ് നബി തങ്ങളെ ഏൽപ്പിച്ചത്. യാ അലി ഇദാ അന മിത്തു ഫൗസിനി മിൻ ബിഇരി ഖർസ് ബിഇരി ബിഇർ ഖർസ്. ഞാൻ മരിച്ചാൽ എൻ്റെ കിണർ ബീർ ഖർസിൽ നിന്ന് നീ എന്നെ കുളിപ്പിക്കണം. ബിസബി ഖറബിൻ 7 തോൽപാത്രം വെള്ളം എടുത്തിട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ ആ വെള്ളത്തിൽ നിന്നാണ് കുളിപ്പിച്ചത്. എന്തായാലേ ആ വെള്ളത്തിൻ്റെ ഒരു മഹത്വം. അതിന് മഹത്വം ഉണ്ടായതുകൊണ്ടല്ലേ മദീനയിൽ വേറെ എത്ര കിണറുണ്ട്. ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണറാണ്. മറ്റൊരു റസൂലുള്ളാഹി കുളിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി റഅയ്തു ലൈതന്നി അസ്ബഹതു അലാ ബീരി മിനൽ ജന്ന ഫഅസ്ബഹ അലാ വതവല്ല മിൻഹാ വബസഖ ഫീഹാ വഹദാ ലഹു അസ്ലം ഫസബ്ബഹു ഫീഹാ വകാന ഖറാബൻ ഫജുദിദത് ബഅദ 700 വഅർളുഹാ 10 അദ്റുയിൻ ثم خربت فاشتراها قاوان وحبت عليها حذيفة حديقة وعمرها وجعلها درجة ينزلها منها من داخل الحديقة وخارجها. അപ്പോൾ അതിൻ്റെ വക്കിലൊരു പള്ളിയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് പറയാം. ഞാൻ സ്വപ്നത്തിൽ കണ്ടു, നബി തങ്ങൾ പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സ്വർഗത്തിലൊരു
കുളം സ്വപ്നത്ത് കണ്ടു. നേരം വെളുക്കുമ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രഭാതത്ത് നിൽക്കുമ്പോൾ ഒരു കിണറിൻ്റെ അടുത്താണ് നിൽക്കുന്ന, സ്വർഗത്തിൻ്റെ കിണർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഒരു ദിവസം രാവിലെ അടത്തി അതിന് വുളു എടുത്തു, അതിൽ തുപ്പുകയും ചെയ്തു. അതിനിടയിലാണ് ആരോ കുറച്ച് തേന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊടുത്തത്. അങ്ങനെ സഹാബാക്കൾ ഓരോരുത്തരും ഇങ്ങനെ ഹദിയ കൊണ്ടുകൊടുക്കുമായിരുന്നു നബി തങ്ങൾക്ക്. ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ വായിച്ചൊരു പുസ്തകത്തിൽ കാണാം, ഈ സലമത്തുൽ അക്വ എന്ന അദ്ദേഹത്തിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ മൂപ്പര് ഭയങ്കര വേട്ടക്കാരനായിരുന്നു, അതിവേഗക്കാരനായിരുന്നു. മൃഗങ്ങളൊക്കെ തോൽപ്പിക്കുന്ന വിധത്തിൽ അതിവേഗം ഓടാനൊക്കെ കഴിവുള്ള വലിയ അമ്പെയ്ത്തിൽ ഭയങ്കരമായ ഒരു പോയിൻ്റ് പോലും തെറ്റാത്ത ആളായിരുന്നു. മൂപ്പര് കാര്യമായിട്ടുള്ള പണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ വേട്ടയാടിയിട്ട് കൊണ്ടു കൊടുക്കുക, ഹദിയ കൊടുക്കുക എന്നുള്ളതായിരുന്നു. തേൻ കൊണ്ട് കൊടുക്കുക, കാട്ടിലെ തേൻ, അങ്ങനെയൊക്കെ ഓരോ സഹാബികൾക്ക് ഓരോന്ന്. നബിൻ്റെ ഇഷ്ടവും നബിനോടുള്ള മഹബത്തും കിട്ടാൻ വേണ്ടി ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊടുക്കും. നബി തങ്ങൾ സ്വീകരിക്കും. നബി സക്കാത്ത് സ്വീകരിക്കില്ല, നബിക്ക് സക്കാത്ത് വാങ്ങാൻ പാടില്ല, ഹദിയകൾ കൊടുക്കും. അത് ഇഷ്ടമുണ്ടാകാനും പരസ്പര ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാകാനുള്ള മാർഗ്ഗമാണ്. അപ്പോൾ ഒരിക്കൽ സലമത്തിനൊക്കെ ചോദിച്ചു, ഇപ്പം മൃഗങ്ങളൊന്നും കാണുന്നില്ലല്ലോ സലമത്തിനൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നബി ഐറ്റങ്ങളൊക്കെ ദൂരെ പോയിക്കണം, ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ അവിടെ ബഖീൽ പോയിട്ട് നോക്കിയാൽ ദവാദിൽ അഖീഖിൽ നബി തങ്ങൾ വലിയ ശ്രേഷ്ഠതയും ബഹുമാനമൊക്കെ പറഞ്ഞ അവിടെ നിസ്കരിച്ചൊരു സ്ഥലമാണ് വാദിൽ അഖീഖ്. അഖീഖ് തോട് മദീനയിലുണ്ടത്, നമുക്ക് കാണാൻ പറ്റും യാത്രയിലൊക്കെ. അതിന് വലിയ ബർക്കത്താണ് ആ വെള്ളത്തിനൊക്കെ. അവിടെ നിസ്കരിക്കൽ സുന്നത്താണ്. നബി തങ്ങളവിടെ നിസ്കരിച്ചിരുന്നു. അവിടെ പോയി വേട്ടയാടിക്കോ, നീ അവിടെ പോയി വേട്ടയാടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, അങ്ങോട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ ഒരുക്കിത്തരാം, വേട്ടയാടക്കാനുള്ള സാധനങ്ങളൊക്കെ. തിരിച്ചു വരുമ്പോഴും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ വേണ്ട പോലെ ചെയ്തു തരാം എന്നൊക്കെ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് കാണുന്നുണ്ട്. ഏതിൽ? അഖ്ബാർ ദാറുൽ മുസ്തഫയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന കിതാബിൽ. അപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു, ആ തേന് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ആ തേനും അതിൽ കുറച്ച് കുറച്ച് ഒഴിച്ചു കുടിച്ചതിന് ശേഷം. അപ്പോൾ എല്ലാ ബർക്കത്തുമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം താഴെ വീഴാറുണ്ടായിരുന്നില്ല എന്ന് ബുഖാരിയോ മുസ്ലിമോ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കണ്ടിട്ടില്ലേ? സഹാബാക്കൾ അതിനു വേണ്ടി എന്ത് ചെയ്യും, തിരക്ക് കൂടും. നബി തങ്ങൾ മുടി അത് താഴെ പോകൂല, സഹാബികൾ ബർക്കത്തിന് വേണ്ടി. പല ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും സഹാബിയാത്തുകൾ നബി തങ്ങളുടെ ആ മുടിയൊക്കെ ഇട്ട വെള്ളം വീട്ടിലിങ്ങനെ വെക്കും. കുട്ടികൾക്ക് മറ്റുമൊക്കെ അസുഖം ഉണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കും. പല സഹാബികളും എന്ത് ചെയ്യും, നബിൻ്റെ ഭാര്യമാരും മറ്റുമൊക്കെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും, ആ വെള്ളത്തിൻ്റെ ബർക്കത്ത് രോഗത്തിന് വേണ്ടിയൊക്കെ വാങ്ങിക്കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വലിയ വിഷയങ്ങളാണ് എല്ലാവർക്കും അറിയാം. ഏതായാലും ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ആ കിണർ ഈ ഹാസിയത്തിൽ എല്ലാവരും പറയുകയാണ് ആകെ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 700 ആയതിനു ശേഷം വീണ്ടും അതിനെ പുതുക്കി എന്ന് പറയാണ്. പിന്നെയും അതെന്ത് ചെയ്ത് പൊളിഞ്ഞു പോയി. പിന്നെ ഖാവാൻ എന്ന് പറയുന്ന ആളത് വാങ്ങി ഒരു തോട്ടൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ഇറങ്ങാനൊക്കെ ഉള്ള ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്തൊരു പള്ളിയൊക്കെ ഉണ്ടായി. ഹിജറ 882 ആ പള്ളി ഉണ്ടാക്കുന്നത്. ഹിജറ 882. ആ പള്ളിയെല്ലാം കൂടെ ഇതിൻ്റെ കാലത്ത് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കരുത് കേട്ടോ. ബീർ ഖരീസ് വർസ് വേറെന്താണ് ബീർ റോമാ കുളം എന്ന് പറയുന്നതിന്, റോമാ കിണർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പറഞ്ഞു, നിഅമൽ ഖലീബ് ഖലീബുൽ മൗത, നല്ല കിണറാണ് ഖലീബുൽ മൗത, ബീർ റൂമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ മരിച്ച കിണർ എന്ന് പറഞ്ഞാൽ എന്താ, മരിച്ച ആൾക്കാരെ കുളിപ്പിക്കാൻ വെള്ളം എടുക്കുന്ന കിണറെന്നോ എന്താ എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ ആ കിണറിനെ അഭിനന്ദിച്ചപ്പോൾ എന്ത് ചെയ്തു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കിണർ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് മോമിനീങ്ങൾക്ക് വേണ്ടി ഒരു ജൂതൻ്റെ ആയിരുന്നു. നബി തങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ജൂതൻ്റെ ഇരുത്തുന്നുണ്ടായിരുന്ന ആ കിണർ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതിൻ്റെ വെള്ളം കോരിയിട്ട് മുസ്ലിമീങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് വിൽക്കും. കുപ്പി വെള്ളം വെക്കുന്ന മാതിരി വിൽക്കുമായിരുന്നു. വെള്ളത്തിന് വലിയ ദൗർബല്യമാണല്ലോ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, വളരെ നല്ല കിണറാണ് ഖലീബുൽ മൗത എന്ന് പറഞ്ഞു, ഖലീബ് റൂമ. അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ ഇതിപ്പോൾ വല്ലാത്തൊരു അവസരമാണല്ലോ, പൈസ ഉള്ള ആൾക്കാർ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണമല്ലോ. അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് റൂമ വാങ്ങുക, ആരാ സദഖ ചെയ്യുക മുസ്ലിമീങ്ങൾക്ക്, യദ്രിബു ബിദൽബിഹി ഫീ ദിലാഇഹിം വലഹു ബിഹാ ശർബും മിനൽ ജന്ന, എന്നാൽ സ്വർഗ്ഗത്ത് നിന്ന് കുടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നബി തങ്ങൾ പറയണം, ആരാണ് സദഖ ചെയ്യുക മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ. നബി തങ്ങൾക്ക് ആ മോമിനീങ്ങളോടുള്ള ഒരു കാരുണ്യൊക്കെ ആലോചിച്ച് നോക്കി നിങ്ങൾ. വലിയ കിണറൊക്കെ ജീവിതത്തിൽ കുഴിച്ചിടാൻ പറ്റിയ വലിയ ഭാഗ്യ, കുഴിച്ച് മുസ്ലിമീങ്ങൾക്ക് വഖഫ് ചെയ്യാൻ പറ്റിയാൽ
വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു അങ്ങനെയുള്ള സൗഭാഗ്യമൊക്കെ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് തരട്ടെ. സാമ്പത്തിക ശേഷി വേണം, ഒക്കെ വേണം. എന്നാലും കുറേ ആളുകൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുമല്ലോ. ഈ അറബികളൊക്കെ ഇപ്പോഴും ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും പല ആളുകൾക്കും കിണറൊക്കെ കുഴിച്ചു കൊടുക്കാറുണ്ടല്ലോ അറബികളെ. ഒക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. പിന്നെ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ജീവിതത്തിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പുണ്യം ചെയ്യാൻ. അങ്ങനെ എന്ത് ചെയ്തു? സ്വർഗത്തിൽ എന്ത് കിട്ടും? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കാൻ കിട്ടും പകരമായിട്ട് എന്ന് പറഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ജൂതൻ്റെ അടുത്ത് പോയിട്ട് വരെ പറഞ്ഞു. മൂപ്പര് മുഴുവൻ വെക്കാൻ തയ്യാറായില്ല, കാരണം അയാൾക്ക് കൂടി വെള്ളം വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്തു? പകുതി വാങ്ങി. എത്രക്കാണെന്നറിയാം വാങ്ങിയത്? അത്ഭുതപ്പെട്ടു പോകും. സ്വർണത്തിൻ്റെ വില 12,000 വെള്ളി നാണയം. 12,000 വെള്ളി നാണയം. എത്ര കിണർ പോയിക്കാം. പക്ഷേ സ്വർഗത്തു നിന്നൊരു മുറുക്ക് വെള്ളം വാങ്ങാൻ 12,000 കൊടുത്താൽ എന്താ? നബി തങ്ങളെ വാക്കുകൊണ്ട് കേട്ടതല്ലേ. പകുതി വാങ്ങി 12,000 ദിർഹമിന്. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്തു? അത് ബഹുമാനപ്പെട്ടവർ വഖഫ് ചെയ്തു. പിന്നീട് ജൂതനോട് പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്? ഒരു ദിവസം നിനക്ക്, ഒരു ദിവസം മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഓരിച്ചെടുക്കുക, എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു ദിവസം ഓരോരുത്തർക്ക് നാക്കാന്ന് പറഞ്ഞു. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് എന്ത് ചെയ്തു? ഈ ഒരു ദിവസം ജൂതനും ഒരു ദിവസം മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞപ്പോൾ അത് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യും? 2 ദിവസത്തിനുള്ള വെള്ളം അവരൊരു ദിവസം തന്നെ കോരും. അപ്പോൾ ജൂതന് ദേഷ്യം പിടിച്ച്, ഇപ്പോൾ എനിക്കിപ്പോൾ വെള്ളമില്ലാത്ത കോലത്തിലെത്തിയപ്പോൾ എൻ്റെ കിണർ നീ കേടെടുത്തിന്ന് പറഞ്ഞു ജൂതനെ. അപ്പോൾ എന്ത് ചെയ്തു? 8,000 വെള്ളി നാണയം കൊടുത്തിട്ട് മറ്റേ പകുതി കൂടിയോടെ വാങ്ങി. ഇപ്പോൾ 20,000 ആയി. 20,000 വെള്ളി നാണയത്തിന് എത്ര കിലോ സ്വർണ്ണം ഉണ്ടാവും എന്ന് പറയുന്നത്? എത്ര കിലോ വെള്ളി ഉണ്ടാവും എന്ന് പറയുന്നത്? 20,000 എന്ന് പറയുമ്പോൾ ഒരു ദിർഹം എന്ന് പറയുന്നത് 4 ഗ്രാമാണ് ഒരു ദിർഹം. എത്ര കിലോ വെള്ളി ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു ദിർഹം 4 ഗ്രാം. 1000 ദിർഹം 4,000 ഗ്രാം. 4 കിലോനായി. 1000 ആയാൽ തന്നെ ആലോചിച്ച് നോക്കി. വല്ലാത്തൊരു സംഭവമാണ്. അതൊക്കെ എങ്ങനെ സ്വർഗം വാങ്ങൽ? അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പൈസ ഉള്ളവർ പൈസ കൊണ്ട് സ്വർഗം വാങ്ങും, എൽമുള്ളവർ എൽമ കൊണ്ട് സ്വർഗം വാങ്ങും, പൊതുസേവനത്തിന് കഴിവുള്ള ആളുകൾ അതുകൊണ്ട് വാങ്ങും, ഖുർആൻ ഓതാൻ താല്പര്യമുള്ളവർ ഖുർആൻ കൊണ്ട് സ്വർഗം വാങ്ങും, ഖുർആനുമ്പലും കണ്ട് കൂടിയിട്ട് സ്വർഗം വാങ്ങും. അവർ ഖുർആൻ്റെ ആൾക്കാരേക്കാരം. ചില ആൾക്കാർ ദിക്റായിരിക്കും താല്പര്യം, ദിക്റുകൊണ്ട് സ്വർഗം വാങ്ങും. അങ്ങനെയൊക്കെ പല ആൾക്കാർ ഓരോരുത്തർക്കും അള്ളാഹു തആല കൊടുക്കുന്ന കഴിവുണ്ടാവും. ആ കഴിവ് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് അവർ സ്വർഗം വാങ്ങും. പാവപ്പെട്ടവരായ കുറച്ച് ആൾക്കാർ നബീൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുതലാളിമാരൊക്കെ സ്വർഗം വാങ്ങി പോവുകയാണ്, ഒക്കെ സദക്ക ചെയ്തിട്ട് നമ്മുടെ അടുത്ത് 10 പൈസൻ്റെ കാശില്ല എന്ന് പറഞ്ഞില്ലേ. അവർക്ക് ഇഷ്ടംപോലെ ലക്ഷങ്ങൾ സദക്ക ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവർ സ്വർഗം വാങ്ങി നമ്മളെ മുന്നിൽ പോകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ്, അതിന് മാർഗമുണ്ട്. നിങ്ങൾ നല്ല നമസ്കാരത്തിന് ശേഷം 33 വട്ടം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലിക്കോളും. സാധുക്കൾക്ക് വലിയ റാഹത്തായി. ന്യൂസ് മുതലാളിമാർക്ക് കിട്ടി. ഈ ന്യൂസ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ന്യൂസ് സ്വർഗം വാങ്ങാനല്ലേ. അപ്പോൾ അവരും ചെല്ലാൻ തുടങ്ങി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. അപ്പോൾ സാധുക്കൾ നബിൻ്റെ അടുത്ത് വന്ന്, നബിയെ അത് പോലും ചെല്ലാൻ തുടങ്ങിയില്ലേ. അതൊക്കെ അള്ളാഹു ഓരോരുത്തർക്ക് കൊടുക്കണം, ഉദാരിയാക്കണേ. ഓരോരുത്തരും അവരെ മാർഗ്ഗത്തിലായിട്ട് സഞ്ചരിച്ചൂടെ, ഒക്കെ സ്വർഗം കിട്ടുന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ കഴിവ്. ഖുർആനോട് മഹബത്തുള്ളവർ അയ്മനങ്ങോട്ട് കൂടുക, നോമ്പിനോട് മഹബത്തുള്ളവർ നോമ്പുമേട് കൂടുക, എന്നിട്ട് അത് പരമാവധി നന്നാക്കിയിട്ട് പടച്ചവനങ്ങോട്ട് ഇഷ്ടപ്പെടുത്തുക. ഓരോന്നും നന്നാക്കാൻ കഴിയും. നിസ്കരിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവും. അവരെന്ത് ചെയ്യുക?
അവരിങ്ങനെ എപ്പോഴും ഖുർആൻ ഓതാനും ദിക്റല്ല അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അത് മതി. അവർക്ക് നിസ്കാരക്കാർക്കൊരു വാതിലുണ്ടല്ലോ സ്വർഗത്തിൽ. അവർ നിസ്കാരത്തിൽ ആനന്ദം കണ്ടെത്തി 100 റക്അത്തോ നിസ്കരിച്ച് അപ്പോൾ പഠിച്ചോണം ഇഷ്ടമുണ്ടാവും. പൈസ ഉള്ള കുറച്ച് ആൾക്കാരുണ്ടാവും, അവർക്ക് ബാക്കിയുള്ളതിനൊന്നും വല്ല ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അതുകൊണ്ട് സ്വർഗം വാങ്ങും. അതിങ്ങോട്ട് കൊടുക്കേണ്ട സ്ഥലം ഇവിടെ കണ്ടെത്തി, അതിൻ്റെ ആളെ കണ്ടെത്തി, അതിൽ പരമാവധി ഇഖ്ലാസ് ഉണ്ടാക്കി, ഒരു മനുഷ്യനും കേൾക്കാത്ത കാണാത്ത വിധത്തിൽ എന്തൊക്കെയൊക്കെ കാട്ടിയിട്ട് അയാൾ പടച്ചോൻ്റെ മഹബത്ത് ഇങ്ങോട്ട് വാങ്ങുകയാണ്. കുടുംബബന്ധം പുലർത്തുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഭയങ്കര മഹബത്തായിരിക്കും. കുടുംബബന്ധം പുലർത്തുക, കുടുംബത്തിനെ സഹായിക്കുക, അവരുടെ പ്രയാസങ്ങൾ അറിയുക, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ കണ്ടിട്ട് കുടുംബത്തിലെല്ലാവർക്കും അത്താണിയായിട്ട് സിലത്തുൽ അർഹാം എന്ന് പറയുന്ന വലിയൊരു പുണ്യകർമ്മം, അതുമേ സ്വർഗം വാങ്ങുന്നവരുണ്ടാവും. അല്ലാതെ എല്ലാം കൂടെ ഒന്നും ഇപ്പം നമുക്ക് കഴിയില്ലല്ലോ. യുദ്ധം ചെയ്തതായിട്ട് മാത്രം സ്വർഗം വാങ്ങുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അമലൊന്നും ഉണ്ടാവില്ല. ഒരൊറ്റ തുള്ളി രക്തം നിലത്താട് വീഴുന്നതോടുകൂടി അവർ സ്വർഗത്തിൽ ആ രക്തം സ്വർഗത്തിൽ വീഴുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അയാൾ വേണമെങ്കിൽ കള്ളുടിയനായിരിക്കും. ജീവിതത്തിൽ ഒരൊറ്റ വക്ത് നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ അയാൾ നേരെ യുദ്ധത്തിനേക്കാരം പോയിട്ടുണ്ടാവുക. ഏതായാലും അങ്ങനെയൊക്കെയാണ് സംഭവം. അവിടെയുണ്ട് വേറെ ഖർസിൻ്റെ അടുത്തുകൊണ്ടൊരു പള്ളി. ഹിജറ 882 തന്നെയാണ് അതും നിർമ്മിക്കപ്പെട്ടത്. മറ്റേ നേരത്തെ കുറിച്ച് പറഞ്ഞ കേട്ടോ. ബീർ ബുലാ ഉണ്ട് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ഒരിക്കൽ ഒരാൾ ഫത്വ ചോദിച്ച് കേട്ടില്ല കിതാബിലൊക്കെ, നബിയെ ഈ ബീർ ബുലാ ഉണ്ടല്ലോ, ബീർ ബുലാ, എനിക്ക് ബിലാ എന്നും പറയാം, അതിൽ നായ്ക്കളെ മാംസം, അതേമാതിരി ഹൈലുകാരികളുടെ വസ്ത്രം, അങ്ങനെ ജനങ്ങളൊക്കെ ഒരുപാട് എന്തൊക്കെയോ കഴുക്കുകളൊക്കെ കൊണ്ടിടുന്നൊരു കിണറാണ്, അതൊന്നും ഒതുണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അൻതഹൂറുലായ നജിസ്വ, അത് ശുദ്ധിയുള്ള വെള്ളമാണല്ലോ, അതെന്തെങ്കിലും കൊണ്ടുപോയിട്ട് നസാവൂല, എല്ലാവരും ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കയറിയിട്ട് വുളു എടുക്കുകയും എന്നിട്ട് ബാക്കി എന്ത് ചെയ്തു? അതിലേക്ക് തന്നെ ഒഴിക്കുകയും ചെയ്തു, അതിലേക്ക് തുപ്പുകയും ചെയ്തു. അപ്പോൾ നബിൻ്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നബി തുപ്പി ഈ വെള്ളത്തിൻ്റെ ബർക്കത്ത് സഹാബാക്കൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? രോഗികളൊക്കെ വന്നാൽ ആ രോഗികൾ പറയത്തില്ലേ, യഗ്സിലൂന മിൻഹ, എനിക്ക് മറ്റേ ഈ ബീറുബലാന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരണം നിങ്ങളെന്ന് പറയും. അങ്ങനെ അവരെ കുളിപ്പിക്കാൻ പറയും. കുളിപ്പിക്കുന്നതോടുകൂടി എന്തോ കെട്ടഴിച്ച പോലെ, വലിയ വരിഞ്ഞ് കെട്ടിയൊരു മനുഷ്യനെ കെട്ടെല്ലാം അഴിച്ചു വിട്ടതുപോലെ രോഗത്തിൽ നിന്ന് അയാൾ സുഖപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു. അസ്മാ ബീവി പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മോള് ആയിഷ ബീവിൻ്റെ ജ്യേഷ്ഠത്തി പറയുന്നുണ്ട്, ഞങ്ങൾ രോഗികളെ ആ വെള്ളം കൊണ്ട് 3 ദിവസം കുളിപ്പിക്കും. 3 ദിവസം കുളിപ്പിക്കുമ്പോൾ ആ രോഗിക്ക് സുഖപ്പെടാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സമയം അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ റഹ്മാനായ തമ്പുരാനെ, മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ, സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ, ഞങ്ങളെ മക്കളിലും കുടുംബത്തിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ റബ്ബേ. ഞങ്ങളെ കൃഷിയിലും കച്ചവടത്തിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ശേഷികളും മരണം വരെ നിലനിർത്തി തരണേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ടവർ എല്ലാവരെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ റഹ്മത്തിൽ ഞങ്ങൾ